ഹായ് എവരിവൺ, എല്ലാവർക്കും ഷീസ്കോപ്പിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പൊളിറ്റിക്സിലുള്ള കറണ്ട് അഫയേഴ്സാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. പൊളിറ്റിക്സിലുള്ള കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പം 2025 മെയ് മുതൽ 26 ഫെബ്രുവരി വരെയുള്ള പൊളിറ്റിക്സിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ടു ഇന്ത്യ ആൻഡ് വേൾഡ് ആണ് നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. കേരളത്തിന് നമ്മൾ സെപ്പറേറ്റ് കറണ്ട് അഫയേഴ്സ് ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഇന്ത്യ ആൻഡ് വേൾഡ് റിലേറ്റഡ് ആയിട്ടുള്ള പൊളിറ്റിക്സിലുള്ള കറണ്ട് അഫയേഴ്സാണ്. അപ്പോൾ നമ്മൾ ഓരോരോ സബ്ജക്ട്സിന് കറണ്ട് അഫയേഴ്സ് സെപ്പറേറ്റ് ആണ് ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ ഹിസ്റ്ററി ആൻഡ് കൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ പ്ലേലിസ്റ്റിൽ പോയി നോക്കുക, ആ വീഡിയോ അവിടെ ഉണ്ട്. അത് കണ്ടതിന് ശേഷം നിങ്ങൾ പൊളിറ്റിക്സ് തുടങ്ങുക. എന്നാൽ നിങ്ങൾക്ക് കുറച്ചും കൂടിയും ആ ഒരു സിസ്റ്റമാറ്റിക് വേയിൽ നിങ്ങൾക്ക് ക്ലാസ്സസ് ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് പൊളിറ്റിക്സിലുള്ള കറണ്ട് അഫയേഴ്സാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ മോർ ദാൻ 70 ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. 70 ക്വസ്റ്റ്യൻസും ഞാൻ പറയുന്നതായിരിക്കും. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള റിലേറ്റഡ് ഫാക്ട്സും ഏതൊക്കെ പോയിൻറ്റ്സാണ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടതെന്നും കൂടെ ഞാൻ ആഡ് ചെയ്ത് പറയുന്നതായിരിക്കും. അതും കൂടെ നിങ്ങളൊന്ന് നോട്ട് ചെയ്യാം. ഓക്കെ ആണല്ലോ? സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, സ്പീക്കറിനെയും ഡെപ്യൂട്ടി സ്പീക്കറിനെയും തിരഞ്ഞെടുക്കാൻ നിർദ്ദേശിക്കുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഏതാണ്? സ്പീക്കറിനെയും ഡെപ്യൂട്ടി സ്പീക്കറിനെയും തിരഞ്ഞെടുക്കാൻ നിർദ്ദേശിക്കുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ 93 ആർട്ടിക്കിൾ 93 ആണ്. ഇപ്പോൾ നിലവിലുള്ളത് എത്രാമത്തെ ലോക്സഭയാണ്? 18. ഡെപ്യൂട്ടി സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നത് ആരാണ്? ലോക്സഭാ അംഗങ്ങളാണ് ഡെപ്യൂട്ടി സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നത്. ഏത് അന്താരാഷ്ട്ര സംഘടനയാണ് ഇന്ത്യ അതിദാരിദ്ര്യരുടെ പട്ടികയിൽ നിന്നും 171 മില്യൺ ആളുകളെ ഒഴിവാക്കിയതായി പ്രഖ്യാപിച്ചത്? ഏത് അന്താരാഷ്ട്ര സംഘടനയാണ് ഇന്ത്യ അതിദരിദ്രരുടെ പട്ടികയിൽ നിന്നും 171 മില്യൺ ആളുകളെ ഒഴിവാക്കിയതായി പ്രഖ്യാപിച്ചത്? വേൾഡ് ബാങ്കാണ് അതിദരിദ്രരുടെ പട്ടികയിൽ നിന്ന് 171 പേർ ഒഴിവായതായിട്ട്, ഇന്ത്യയിൽ നിന്ന് 171 പേർ ഒഴിവായതായിട്ട് പ്രഖ്യാപിച്ചത്. ഏത് അന്താരാഷ്ട്ര സംഘടനയാണ് വേൾഡ് സോഷ്യൽ റിപ്പോർട്ട് 2025 പുറത്തിറക്കിയത്? വേൾഡ് സോഷ്യൽ റിപ്പോർട്ട് പുറത്തിറക്കുന്ന അന്താരാഷ്ട്ര സംഘടന എന്ന് പറയുന്നത് യുണൈറ്റഡ് നാഷൻസ് ആണ്. അതായത് ഐക്യരാഷ്ട്ര സംഘടനയാണ് വേൾഡ് സോഷ്യൽ റിപ്പോർട്ട് പുറത്തിറക്കുന്നത്. ഗംഗാനദിയുടെ പുനരുദ്ധാരണത്തിനായി ഇന്ത്യ ഗവൺമെൻറ് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? ഗംഗാനദിയുടെ പുനരുദ്ധാരണത്തിനായി ഇന്ത്യ ഗവൺമെൻറ് നടപ്പിലാക്കുന്ന പദ്ധതി നാഷണൽ മിഷൻ ഫോർ ക്ലീൻ ഗംഗയാണ് ഗംഗാനദിയുടെ പുനരുദ്ധാരണത്തിനായി ഇന്ത്യൻ ഗവൺമെൻറ് നടപ്പിലാക്കുന്ന പദ്ധതി. 2021 നദീതീര നഗരങ്ങൾക്ക് പരസ്പരം ആശയങ്ങൾ കൈമാറാനും നദികളുടെ പുനരുദ്ധാരണത്തിനും വേണ്ടി ജലശക്തി മന്ത്രാലയവും മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സും ചേർന്ന് രൂപം കൊടുത്ത സംഘടനയാണ് റിവർ സിറ്റീസ് അലയൻസ് എന്ന് പറയുന്നത്. റിവർ സിറ്റീസ് അലയൻസ് എന്ന് പറയുന്ന ഒരു സംഘടനയ്ക്ക് നദീതീര നഗരങ്ങൾക്ക് ആശയങ്ങൾ കൈമാറാൻ വേണ്ടിയിട്ട് ജലശക്തി മന്ത്രാലയവും അതേപോലെ തന്നെ ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് മിനിസ്ട്രി ചേർന്ന് രൂപം കൊടുത്ത സംഘടനയാണ് റിവർ സിറ്റീസ് അലയൻസ് അഥവാ RCA. പച്ചമുട്ടയിൽ നിന്നും തയ്യാറാക്കുന്ന മയണൈസ് നിരോധിച്ച ഇന്ത്യൻ സംസ്ഥാനം? പച്ചമുട്ടയിൽ നിന്നും തയ്യാറാക്കുന്ന മയണൈസ് തമിഴ്നാട് നിരോധിച്ചിട്ടുണ്ട്. ഭരണഘടനയിൽ ആർട്ടിക്കിൾ 142 എന്തിനെപ്പറ്റിയാണ്? ആർട്ടിക്കിൾ 142 എന്തിനെപ്പറ്റിയാണ് എന്നാണ് പറയുന്നത്. സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്ന ഏതെങ്കിലും ഒരു കേസിന് മുകളിൽ പൂർണ്ണമായും നീതി നടപ്പിലാക്കുക എന്നാണ് ആർട്ടിക്കിൾ 142 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തമിഴ്നാട് ഗവൺമെൻറ് ഗവർണർ പാസാക്കിയ ബില്ലുകൾക്ക് മുകളിൽ തുടർ നടപടി സ്വീകരിക്കാത്തതിനാൽ പ്രസിഡന്റ് ബില്ല് പാസ്സാക്കാത്തതിനാലും സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. അതായത് ഗവർണറും തമിഴ്നാട് സ്റ്റേറ്റും തമ്മിൽ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ സുപ്രീം കോർട്ടിനെ സമീപിച്ച്, അപ്പോൾ സുപ്രീം കോർട്ട് ആ ബില്ല് പുറത്തിറക്കാൻ വേണ്ടിയിട്ട് ബില്ല് പാസ്സാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉത്തരവിറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് 142. അതായത് സുപ്രീം കോർട്ടിൻ്റെ ജുഡീഷ്യൽ സുപ്രീമസിയാണ് അതിൽ പറയുന്നത്. ആ ജുഡീഷ്യൽ സുപ്രീമസിയുടെ പോർഷനാണ് നിങ്ങളിതിൽ വായിക്കേണ്ടത്. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് ഏറ്റവും കൂടുതൽ വനിതകൾ പോലീസിൽ ജോലി ചെയ്യുന്നത്? ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് ഏറ്റവും കൂടുതൽ വനിതകൾ പോലീസിൽ ജോലി ചെയ്യുന്നത്? കർണാടകയിലാണ്. 2025 ഖാരിഫ് സീസണിന് മുന്നോടിയായി ഹൈബ്രിഡ് നെൽവിത്തുകൾ നിരോധിച്ച ഇന്ത്യൻ സംസ്ഥാനം? ഖാരിഫ് സീസണിന് മുന്നോടിയായി ഹൈബ്രിഡ് നെൽവിത്തനങ്ങൾ നിരോധിച്ച ഇന്ത്യൻ സംസ്ഥാനം എന്ന് പറയുന്നത് പഞ്ചാബാണ്. എന്താണ് പ്രിവെൻറ്റീവ് ഹെൽത്ത് കെയർ? പ്രിവെൻറ്റീവ് ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞാൽ രോഗം വരുന്നതിന് മുൻപായി രോഗം തടയാനുള്ള മാർഗ്ഗങ്ങൾ സ്വീകരിക്കുന്നതിനുള്ള പദ്ധതിയാണ് പ്രിവെൻറ്റീവ് ഹെൽത്ത് കെയർ എന്ന് പറയുന്നത്. ഏത് നിയമപ്രകാരമാണ് സുപ്രീം കോടതിയിലെ ജഡ്ജികളടക്കം ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ അവരുടെ സ്വത്തുവകകൾ പരസ്യപ്പെടുത്താൻ തീരുമാനിച്ചത്? ഇന്ത്യയിൽ നിലവിലുള്ള ഒരു നിയമപ്രകാരം സുപ്രീം കോടതിയിലെ ജഡ്ജികളടക്കം ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ അവരുടെ സ്വത്തുവകകൾ പരസ്യപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ നിയമം എന്ന് പറയുന്നത് റീസ്റ്റേറ്റ്മെൻറ്റ് ഓഫ് വാല്യൂസ് ഓഫ് ജുഡീഷ്യൽ ലൈഫ് ആണ്. ഈ നിയമം പാസ്സാക്കിയത് 1997 റീസ്റ്റേറ്റ്മെൻറ്റ് ഓഫ് വാല്യൂസ് ഓഫ് ജുഡീഷ്യൽ ലൈഫ്
1997 പാസാക്കി. വഖഫ് അമെൻമെൻറ്റ് ബില്ലിൽ പ്രധാനമായും ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? വഖഫ് അമെൻമെൻറ്റ് ബില്ലിൽ പ്രധാനമായും ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ദീർഘകാലമായി സാമുദായിക സേവനത്തിന് വേണ്ടി സ്ഥാപിച്ചിട്ടുള്ള പള്ളികൾ സംരക്ഷിക്കപ്പെടും. അതുപോലെ തന്നെ വഖഫിൽ 22 അംഗങ്ങളിൽ 2 പേര് മുസ്ലിങ്ങളായിരിക്കില്ല എന്നുള്ളതാണ് വഖഫ് അമെൻമെൻറ്റിൽ പ്രധാനമായിട്ടും ഉണ്ടായ മാറ്റങ്ങൾ. ഇതല്ലാതെയും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൂടി ഒന്ന് നോക്കാം. എത്ര വർഷത്തെ നിയമപരിശീലനമാണ് സിവിൽ ജഡ്ജ് പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാനായിട്ട് വേണ്ടത്? 3 വർഷത്തെയാണ്. എത്ര വർഷത്തെ നിയമപരിശീലനമാണ് സിവിൽ ജഡ്ജ് പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാനായിട്ട് വേണ്ടത്? 3 വർഷം. ഇന്ത്യയിലെ ക്വാളിറ്റി കൗൺസിലിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഇന്ത്യയിലെ ക്വാളിറ്റി കൗൺസിലിൻ്റെ ആസ്ഥാനം ഡൽഹിയിലാണ്. ഏത് സംസ്ഥാനത്തിലെ രാജ്യസഭാംഗങ്ങൾക്കുള്ള തിരഞ്ഞെടുപ്പിലാണ് ഇലക്ഷൻ കമ്മീഷൻ അറിയിപ്പ് നൽകിയത്? 2025 ഏത് സംസ്ഥാനത്തിലെ രാജ്യസഭാംഗങ്ങൾക്കുള്ള തിരഞ്ഞെടുപ്പിലാണ് ഇലക്ഷൻ കമ്മീഷൻ അറിയിപ്പ് നൽകിയത്? തമിഴ്നാടും അതേപോലെ തന്നെ ആസാം. തമിഴ്നാട്, ആസാം എന്നീ സംസ്ഥാനങ്ങളിലേക്കുള്ള രാജ്യസഭാംഗങ്ങൾക്കുള്ള തിരഞ്ഞെടുപ്പിനാണ് ഇലക്ഷൻ കമ്മീഷൻ അറിയിപ്പ് നൽകിയത്. രാജ്യസഭയിലെ ആകെ സംഖ്യ എന്ന് പറയുന്നത്, അംഗസംഖ്യ എന്ന് പറയുന്നത് 250 രാജ്യസഭയിലെ ആകെ അംഗസംഖ്യ 250 നിലവിൽ രാജ്യസഭയിലുള്ളത് 245 അംഗങ്ങളാണ്. നിലവിൽ 245 അംഗങ്ങളാണ് രാജ്യസഭയിലുള്ളത്. 245 അംഗങ്ങളിൽ എത്ര പേരാണ് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ? 233 അംഗങ്ങളാണ് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. 233 അംഗങ്ങളാണ് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. രാഷ്ട്രപതി എത്ര പേരെയാണ് നാമനിർദ്ദേശം ചെയ്യുന്നത്? 12 പേരെ. രാഷ്ട്രപതി എത്ര പേരെയാണ് നാമനിർദ്ദേശം ചെയ്യുന്നത്? 12 പേരെ. രാജ്യസഭയിലെ ഒരംഗത്തിൻ്റെ കാലാവധി 6 വർഷമാണ്. രാജ്യസഭയിലെ ഒരംഗത്തിൻ്റെ കാലാവധി 6 വർഷമാണ്. രാജ്യസഭയിലേക്ക് നടക്കുന്നത് ഏത് തരത്തിലുള്ള തിരഞ്ഞെടുപ്പാണ്? പരോക്ഷ തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ഇലക്ഷനാണ് രാജ്യസഭയിലേക്ക് നടക്കുന്നത്. രാജ്യസഭ അംഗമാകാനുള്ള പ്രായപരിധി 30 വയസ്സാണ്. രാജ്യസഭ അംഗമാകാനുള്ള പ്രായപരിധി 30 വർഷമാണ്. വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ സ്ഥാപകൻ ആര്? ക്ലോസ് ഷ്വാബ് എന്ന് പറയുന്ന ഒരാളാണ് വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ സ്ഥാപകൻ. അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് അഴിമതി ആരോപണമൊക്കെ വന്നതിൻ്റെ പുറമെ ഒരു വിസിൽ ബ്ലോവർ ആക്റ്റൊക്കെ പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു ഈ എക്കണോമിക് ഫോറം. അപ്പോൾ അതൊന്ന് നോക്കി വെക്കുക. വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ സ്ഥാപകൻ ക്ലോസ് ഷ്വാബാണ്. ഏത് റെയിൽവേ കോർപ്പറേഷനാണ് അടുത്തിടെ ഇന്ത്യൻ റെയിൽവേയുമായി സംയോജിപ്പിച്ചത്? കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡാണ് ഇന്ത്യൻ റെയിൽവേയുമായിട്ട് സംയോജിപ്പിച്ചത്. ഇന്ത്യയിൽ തിരഞ്ഞെടുക്കപ്പെട്ട 1275 റെയിൽവേ സ്റ്റേഷനുകൾ വികസിപ്പിക്കാനായി ഇന്ത്യ ഗവൺമെൻറ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അമൃത് ഭാരത്. ഇന്ത്യയിലെ തിരഞ്ഞെടുക്കപ്പെട്ട 1275 റെയിൽവേ സ്റ്റേഷനുകൾ വികസിപ്പിക്കാനായി ഇന്ത്യ ഗവൺമെൻറ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അമൃത് ഭാരത്. ഗ്രാമീണ മേഖലകളിൽ 100 ദിവസം വേതനത്തോടു കൂടി ജോലി ഉറപ്പാക്കുന്നതിനായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ്, അറിയാലോ, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, MG നരേഗ എന്ന് പറയുന്നത്. MG നരേഗ ഇപ്പോൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പേരൊക്കെ മാറ്റുന്ന രീതിയിലുള്ള സംഭവങ്ങൾ വന്നിട്ടുണ്ട്. അതും കൂടെ ഒന്ന് റിലേറ്റഡ് ഫാക്റ്റായിട്ട് വായിക്കാം. അതേപോലെ സൗത്ത് ഏഷ്യ പ്രസ് ഫ്രീഡം റിപ്പോർട്ടിൽ ഇന്ത്യയുടെ സ്ഥാനം 151. സൗത്ത് ഏഷ്യ പ്രസ് ഫ്രീഡം റിപ്പോർട്ടിൽ ഇന്ത്യയുടെ സ്ഥാനം 151. സൗത്ത് ഏഷ്യ എന്നാണ് കേട്ടോ വായിക്കേണ്ടത്. ഇലക്ഷൻ സംബന്ധമായ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനായി ദേശീയ ഇലക്ഷൻ കമ്മീഷൻ രൂപീകരിച്ച പുതിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഏതാണ്? EC-NET ആണ്. ഇലക്ഷൻ കമ്മീഷൻ സംബന്ധമായ വിവരങ്ങൾ ലഭ്യമാക്കുന്നതിനായി ദേശീയ ഇലക്ഷൻ കമ്മീഷൻ രൂപീകരിച്ച പുതിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് EC-NET. ഭരണഘടനയുടെ ഏത് ലിസ്റ്റിലാണ് സെൻസസ് ഉൾപ്പെട്ടിരിക്കുന്നത്? ഭരണഘടനയുടെ ഏത് ലിസ്റ്റിലാണ് സെൻസസ് ഉൾപ്പെട്ടിരിക്കുന്നത്? യൂണിയൻ ലിസ്റ്റിലാണ്, അറിയാമല്ലോ. ഇന്ത്യയിലെ അവസാനത്തെ കാസ്റ്റ് സെൻസസ് നടന്ന വർഷം? കാസ്റ്റ് സെൻസസ് അവസാനമായിട്ട് ഇന്ത്യയിൽ നടന്നത് 1931. കാസ്റ്റ് സെൻസസ് അവസാനമായി നടന്നത് 1931. പഞ്ചായത്ത് ഇലക്ഷനിൽ ആദ്യമായി വോട്ടിംഗ് സമ്പ്രദായം നടപ്പിലാക്കിയ സംസ്ഥാനം ബീഹാറാണ്. പഞ്ചായത്ത് ഇലക്ഷനിൽ ആദ്യമായി വോട്ടിംഗ് സമ്പ്രദായം നടപ്പിലാക്കിയ സംസ്ഥാനം ബീഹാറാണ്. 2025 ജൂൺ 25 ഏത് ചരിത്രപ്രസിദ്ധമായ സംഭവത്തിൻ്റെ 50-ാം വാർഷികമായിരുന്നു? 2025 ജൂൺ 25 ഏത് ചരിത്രപ്രസിദ്ധമായ സംഭവത്തിൻ്റെ 50-ാം വാർഷികമായിരുന്നു? 1975-77 കാലഘട്ടത്തിലെ അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിൻ്റെ 50-ാം വാർഷികമായിരുന്നു 2025 ജൂൺ 25. എന്ത് കാരണത്താലാണ് 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? ഇൻറ്റേർണൽ ഡിസ്റ്റർബൻസ് കാരണമാണ്. ഈ ഇൻറ്റേർണൽ ഡിസ്റ്റർബൻസ് പിന്നീട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കലിൽ നിന്ന് ഒഴിവാക്കിയിട്ട് അത് അവിടെ ആംഡ് റെബലിയൻ ചേർത്തിട്ടുണ്ട്. അത് ഒന്ന് ശ്രദ്ധിക്കുക. 44th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് എന്താണെന്ന് ഒന്ന് ജസ്റ്റ് ശ്രദ്ധിക്കുക. ഏത് പാർലമെൻ്ററി കമ്മിറ്റിയാണ് 75-ാം വാർഷികം 2025 ആഘോഷിച്ചത്? ഏത് പാർലമെൻ്ററി കമ്മിറ്റിയാണ് 75-ാം വാർഷികം 2025 ആഘോഷിച്ചത്?
പാർലമെൻ്ററി എസ്റ്റിമേറ്റ്സ് കമ്മിറ്റിയാണ്. എസ്റ്റിമേറ്റ്സ് കമ്മിറ്റിയാണ് 75ാം വാർഷികം ആഘോഷിച്ചത്. എസ്റ്റിമേറ്റ്സ് കമ്മിറ്റിയുടെ ചെയർപേഴ്സണെ നിയോഗിക്കുന്നത് ആരാണ്? ലോക്സഭാ സ്പീക്കറാണ് എസ്റ്റിമേറ്റ്സ് കമ്മിറ്റിയുടെ ചെയർപേഴ്സണെ നിയോഗിക്കുന്നത്. എസ്റ്റിമേറ്റ്സ് കമ്മിറ്റി അധ്യക്ഷൻ്റെ കാലാവധി 1 വർഷമാണ്. എസ്റ്റിമേറ്റ് കമ്മിറ്റി അധ്യക്ഷൻ്റെ കാലാവധി എന്ന് പറയുന്നത് 1 വർഷമാണ്. എന്താണ് AAIB? എന്താണ് AAIB? എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ആണ് AAIB എന്ന് പറയുന്നത്. ഇപ്പോൾ അടുത്ത് നടന്ന വിമാന അപകടങ്ങളെയൊക്കെ റിലേറ്റ് ചെയ്തിട്ട് AAIB ഒരുപാട് തവണ ന്യൂസിൽ വന്നിട്ടുണ്ടായിരുന്നു. അതാണ് AAIB ഇവിടെ കൊടുത്തിട്ടുള്ളത്. എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ആണ് AAIB. എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ്. എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. 2025 ഓഗസ്റ്റ് 1 മുതൽ എത്ര % താരിഫാണ് ഇന്ത്യൻ ഇറക്കുമതിക്ക് മേൽ USA ചുമത്തിയത്? അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ടാരിഫ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 25% എന്നുള്ള കാര്യം ഓർക്കുക. 25% ആണ്. ബാങ്കിങ് അമെൻമെൻറ്റ് ആക്ട് നിലവിൽ വന്ന വർഷം. ഇപ്പോൾ ഈ അടുത്ത് ഒരു ബാങ്കിങ് അമെൻമെൻറ്റ് ആക്ട് കൂടെ നിലവിൽ വന്നിട്ടുണ്ട്. 2025 ഓഗസ്റ്റ് 1 ഇത് നിലവിൽ വന്നത്. 2025 ഓഗസ്റ്റ് 1. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ എത്രാമത്തെ വാർഷികമാണ് 2025 നമ്മൾ ആഘോഷിക്കുന്നത്? 2020 പുതിയ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വന്നത്. അപ്പോൾ 5ാമത്തെ വാർഷികമാണ് 2025 ആഘോഷിച്ചത്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരമുള്ള പുതിയ സ്കൂൾ സ്ട്രക്ചർ എങ്ങനെയാണ്? 5+3+3+4 ആണ്. ആദ്യം നമുക്ക് 5+3+4 ആയിരുന്നു. ഇപ്പോൾ 5+3+3+4 എന്നുള്ള തരത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഇന്ത്യയിലെ സ്പോർട്സ് മേഖലയുടെ വികാസത്തിനായി ഇന്ത്യ ഗവൺമെൻറ് അവതരിപ്പിച്ച ബില്ലാണ് നാഷണൽ സ്പോർട്സ് ഗവർണൻസ് ബിൽ. ഇന്ത്യയിലെ സ്പോർട്സ് മേഖലയുടെ വികാസത്തിനായി ഇന്ത്യ ഗവൺമെൻറ് അവതരിപ്പിച്ച ബില്ലാണ് നാഷണൽ സ്പോർട്സ് ഗവർണൻസ് ബിൽ. ഇതും 2025 അവതരിപ്പിച്ചത്. അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിച്ച ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാര സൂചികയുടെ കളക്ഷൻ ഓഫ് ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാര സൂചികയുണ്ട്. അതിനെയാണ് കോഡെക്സ് അലിമെൻറ്റേറിയസ് എന്ന് പറയുന്നത്. കോഡെക്സ് അലിമെൻറ്റേറിയസ് എന്ന് പറയുന്നത് ഒരു ഗുണനിലവാര സൂചികയുടെ കളക്ഷനാണ്. ഇനി ആത്മീയ പാതയിലൂടെ ലഹരി വസ്തുക്കളുടെ ഉപയോഗം തുടച്ചു മാറ്റുന്നതിനായിട്ട് ആഹ്വാനം ചെയ്തൊരു സമ്മേളനം ഉണ്ടായിരുന്നു. ഇത് യുവാക്കളുടെ നേതൃത്വത്തിൽ നടന്ന ഒരു സമ്മേളനമായിരുന്നു. ആ സമ്മേളനം കാശി ഡിക്ലറേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ആത്മീയ പാതയിലൂടെ ലഹരി വസ്തുക്കളുടെ ഉപയോഗം തുടച്ചു മാറ്റുന്നതിനായിട്ട് ഈ സമ്മേളനം ആഹ്വാനം ചെയ്തു. കാശി ഡിക്ലറേഷൻ. CAGയുടെ നിർദ്ദേശപ്രകാരം ഗവൺമെൻറ്റിൻ്റെ കണക്കുകൾ പരിശോധിക്കുന്ന പാർലമെൻ്ററി കമ്മിറ്റിയാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി. CAGയുടെ നിർദ്ദേശപ്രകാരം ഗവൺമെൻറ്റിൻ്റെ കണക്കുകൾ പരിശോധിക്കുന്ന പാർലമെൻ്ററി കമ്മിറ്റി ഏതാണ്? പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയാണ്. 3, 6, 9 ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മാത്സ്, ലാംഗ്വേജ്, സയൻസ് എന്നീ വിഷയങ്ങളിൽ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് എന്ന് കണ്ടെത്തിയ ഗവൺമെൻറ് റിപ്പോർട്ടാണ് പരാഗ് രാഷ്ട്രീയ സർവേക്ഷൺ റിപ്പോർട്ട്. പരാഗ് രാഷ്ട്രീയ സർവേക്ഷൺ റിപ്പോർട്ട് എന്ന് പറയുന്നത് 3, 6, 9 ക്ലാസ്സിലെ കുട്ടികൾക്ക് സയൻസ്, മാത്സ്, ലാംഗ്വേജ് എന്നീ വിഷയങ്ങളിൽ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് എന്ന് കണ്ടെത്തിയൊരു റിപ്പോർട്ടാണ് പരാഗ് രാഷ്ട്രീയ സർവേക്ഷൺ റിപ്പോർട്ട്. ഇനി PM സ്വാനിധി എന്നതിൻ്റെ മുഴുവൻ രൂപം എന്താണ്? PM സ്വാനിധിൻ്റെ മുഴുവൻ രൂപം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. PM സ്ട്രീറ്റ് വെൻഡർ ആത്മനിർഭർ നിധി. PM സ്ട്രീറ്റ് വെൻഡർ ആത്മനിർഭർ നിധിയാണ്. ഇത് കോവിഡിൻ്റെ സമയത്തായിരുന്നു വന്നത്. അതിനുശേഷം ഇത് കുറച്ചും കൂടെ എന്തായിട്ട് എലാബറേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ കുറച്ചുകൂടെ സംഭവങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് വായിച്ച് നോക്കിയാൽ മതി. 2021 അംഗീകരിച്ച ഇന്ത്യയുടെ ആദ്യ മാൻഡ് ഡീപ് സീ മിഷൻ. 2021 അംഗീകരിച്ച ഇന്ത്യയുടെ ആദ്യത്തെ മാൻഡ് ഡീപ്പ്, അതായത് മനുഷ്യനെ കൊണ്ട് പോകുന്ന ഡീപ് സീ മിഷനാണ് സമുദ്രയാൻ എന്ന് പറയുന്നത്. ചന്ദ്രയാനൊക്കെ പോലെ സമുദ്രത്തിലേക്ക് പോകുന്നത് സമുദ്രയാനാണെന്ന് ഓർത്താൽ മതി. ഓൺലൈൻ മണി ഗെയിംസ് പൂർണ്ണമായും നിർത്തലാക്കാനായിട്ട് ഇന്ത്യ ഗവൺമെൻറ് അവതരിപ്പിച്ച ബില്ല് ഏതാണ്? അതായത് ഓൺലൈൻ ഗെയിംസ്, അതായത് പൈസ കൊടുത്ത് പ്രൊമോട്ട് ചെയ്യുന്ന ഗെയിംസ് ഉണ്ടാവും. അത്തരം ഗെയിംസ് കംപ്ലീറ്റ് ആയിട്ട് നിരോധിക്കാൻ വേണ്ടിയിട്ട് ഒരു ബില്ല് അവതരിപ്പിച്ചിരുന്നു. ആ ബില്ലാണ് പ്രൊമോഷൻ ആൻഡ് റെഗുലേഷൻ ഓഫ് ഓൺലൈൻ ഗെയിമിംഗ് ബിൽ 2025. പ്രൊമോഷൻ ആൻഡ് റെഗുലേഷൻ ഓഫ് ഓൺലൈൻ ഗെയിമിംഗ് ബിൽ 2025. ഭരണഘടനയുടെ 9ാം ഷെഡ്യൂളിൽ പരാമർശിച്ചിരിക്കുന്നത് എന്താണ്? ഭരണഘടനയുടെ 9ാം ഷെഡ്യൂളിൽ പരാമർശിച്ചിരിക്കുന്നത് ലാൻഡ് റിഫോംസ് ആണ്. ലാൻഡ് റിഫോംസിനെ 9ാം ഷെഡ്യൂളിലേക്ക് ഫസ്റ്റ് അമെൻമെൻറ്റ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണിത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർക്കാം. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? ഇന്ത്യയിലെ ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എന്ന് പറയുന്നത് ജ്ഞാനേഷ് കുമാറാണ്. ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ 324 ആണ്. ആർട്ടിക്കിൾ 324 ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ പറ്റി പ്രതിപാദിക്കുന്നത്. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എങ്ങനെ റിമൂവ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഇംപീച്ച്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ന്യൂസിൽ വന്നിരുന്നു. അതും കൂടെ ഒന്ന് വായിച്ചു നോക്കാം. സമൂഹത്തിലെ അധകൃത വിഭാഗങ്ങളിലേക്ക് നിയമസേവനങ്ങൾ എത്തിക്കുന്ന സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് നൽസ, അതായത് നാഷണൽ ലീഗൽ സർവീസസ് അതോറിറ്റി. നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റിയാണ് സമൂഹത്തിലെ അധകൃത വിഭാഗങ്ങളിലേക്ക് നിയമസേവനങ്ങൾ എത്തിക്കുന്ന സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയുന്നത്. 130ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ബില്ല് എന്തിനു വേണ്ടിയിട്ടാണ് അവതരിപ്പിച്ചത്? 130ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ബില്ല് എന്തിനു വേണ്ടിയാണ് അവതരിപ്പിച്ചത്?
5 വർഷത്തിന് മുകളിൽ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങൾക്ക് 30 ദിവസത്തിൽ കൂടുതൽ കസ്റ്റഡിയിലിരുന്നാൽ മന്ത്രിസഭയിലെ ആരെയും, അതായത് ചീഫ് മിനിസ്റ്ററും പ്രൈം മിനിസ്റ്ററും അടക്കം ആരെയും, മിനിസ്ട്രിയിലുള്ള ആരെയും ആ മന്ത്രി സ്ഥാനത്ത് നിന്ന് പുറത്താക്കാം എന്നുള്ളതാണ് 130ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ബില്ലിലൂടെ അവതരിപ്പിച്ചത്. ആദ്യമായി ബിൽഡിങ്ങുകളുടെ ജിയോ ടാഗിംഗ് നടക്കാൻ പോകുന്ന സെൻസസ് 2027 സെൻസസ് ആണ്. ആദ്യമായിട്ട്, അതായത് 2026 അവസാനം 2027 കടക്കുന്ന സെൻസസ്, ഇനി വരാൻ പോകുന്ന സെൻസസിലാണ് ബിൽഡിങ്ങുകളുടെ ജിയോ ടാഗിംഗ് ആദ്യമായിട്ട് നടക്കാൻ പോകുന്നത്. വെയ്സ്നർ എഗ്രിമെൻറ്റ് എന്തിനു വേണ്ടിയുള്ളതാണ്? വെയ്സ്നർ എന്ന് പറയുന്നത് നെതർലാൻഡ്സിലെ ഒരു സ്ഥലമാണ്. മൾട്ടിലാറ്ററൽ എക്സ്പോർട്ട് കൺട്രോൾ റെജിം ഓൺ കൺവെൻഷണൽ ആംസ് ആൻഡ് ഡ്യുവൽ യൂസ് ഗുഡ്സ് ടെക്നോളജീസ്, അതിന് വേണ്ടിയിട്ടുള്ളതാണ് വെയ്സ്നർ എഗ്രിമെൻറ്റ് എന്നുള്ളത്. റിലേറ്റഡ് ആയിട്ട് വെയ്സ്നർ എഗ്രിമെൻറ്റ് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ഇനി FCRA എന്താണ്? FCRA നമ്മൾ എക്കണോമിക്സ് പഠിക്കുന്നതാണ്. അത് എക്കണോമിക്സിൽ ഒന്നുകൂടെ വരും, അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. ഫോറിൻ കോൺട്രിബ്യൂഷൻ ആൻഡ് റെഗുലേഷൻ ആക്റ്റാണ് FCRA എന്ന് പറയുന്നത്. ഇത് സോനം വാങ്ചുക്കിൻ്റെ കേസിൽ FCRA ഒക്കെ ഒഴിവാക്കണം എന്നുള്ള രീതിയിലൊരു വിധി വന്നിട്ടുണ്ടായിരുന്നു. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് FCRA പറയുന്നത്. UPSC ഇൻ്റർവ്യൂവിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടാൽ എന്നാൽ ഫൈനൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാതെ പോയ ഉദ്യോഗാർത്ഥികളെ സംഘടിപ്പിച്ച് അവരുടെ യോഗ്യതയുടെ അടിസ്ഥാനങ്ങളിൽ അവസരം നൽകുന്ന UPSCയുടെ പുതിയ പ്രോഗ്രാമാണ് പ്രതിഭ സേതു. UPSCയുടെ പ്രതിഭ സേതു എന്ന് പറയുന്ന പ്രോഗ്രാമിനെ പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇനി 70, ലോക്പാൽ ആക്ട് നിലവിൽ വന്നത് എപ്പോഴാണ്? ലോക്പാൽ ആക്ട് നിലവിൽ വന്നത് 2013 ലോക്പാലും ലോകായുക്തയും ഒരേ വർഷമാണ് വന്നത്. 2013 വന്നത് എന്നുള്ള കാര്യം ഓർക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ കോപ്പറേറ്റീവ് ക്യാബ് സർവീസ് എന്ന് പറയുന്നത് ഭാരത് ടാക്സിയാണ്. ആദ്യത്തെ കോപ്പറേറ്റീവ് ക്യാബ് സർവീസാണ് ഭാരത് ടാക്സി. SIR എന്താണ്? SIR ഇപ്പോൾ നമ്മൾ കുറേ ആയിട്ട് ന്യൂസിൽ കേൾക്കുന്നതാണ്. സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷനാണ് SIR എന്ന് പറയുന്നത്. സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ. ഭരണഘടന നിലവിൽ വന്നതിൻ്റെ എത്രാമത്തെ വാർഷികമാണ് 2025 നവംബറിൽ ആഘോഷിച്ചത്? ഭരണഘടന നിലവിൽ വന്നതിൻ്റെ 1949 ഭരണഘടന നിലവിൽ വരുന്നത്. അതിൻ്റെ 1950 നമ്മൾ റിപ്പബ്ലിക് ആയി എന്ന് പറയുന്നത്. അപ്പം 2025 നവംബറിൽ നമ്മൾ ആചരിച്ചത് 76ാമത്തെ വാർഷികമാണ്. 131ാമത്തെ ഭരണഘടനാ ഭേദഗതി ബിൽ എന്തിനു വേണ്ടിയിട്ടാണ്? 131ാമത്തെ 131 എന്തിനു വേണ്ടിയാണ്? ചണ്ഡീഗഡിനെ ആർട്ടിക്കിൾ 240 ഉൾപ്പെടുത്തിക്കൊണ്ട് പൂർണ്ണമായും ഒരു കേന്ദ്രഭരണ പ്രദേശമാണ്. ഇപ്പോൾ ചണ്ഡീഗഡ് എന്ന് പറയുന്നത് എവിടെ ഇല്ലാത്ത അവസ്ഥയിലാണ് അല്ലേ? സംസ്ഥാനമാണോ? അല്ല. യൂണിയൻ ടെറിട്ടറി ആണോ? അല്ല. അപ്പോൾ ഇതിനെ യൂണിയൻ ടെറിട്ടറി ആക്കാൻ വേണ്ടിയിട്ടുള്ള ഭേദഗതി ബില്ലാണ് 131ാമത്തെ. ഇന്ത്യയുടെ 53ാം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ഇന്ത്യയുടെ 53ാം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് ജസ്റ്റിസ് സൂര്യകാന്താണ്. അതായത് ജസ്റ്റിസ് ബ്രിജ്ഭൂഷൺ ഗവായി റിട്ടയർ ആയതിനു ശേഷമുള്ള ഇന്ത്യയുടെ 53rd സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ഓർത്ത് വയ്ക്കുക, 53rd ജസ്റ്റിസ് സൂര്യകാന്താണ്. UGC, AICTE, NCTE എന്നിവയെ സംയോജിപ്പിച്ചുകൊണ്ട്, ഇതൊക്കെ ഹയർ എഡ്യൂക്കേഷൻ. AICTE എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ആണ്. NCTE എന്ന് പറയുന്നത് നാഷണൽ എന്നിവ സംയോജിപ്പിച്ചുകൊണ്ട് രൂപീകരിക്കുന്ന സ്ഥാപനം ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ്. ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ് ഈ 3 സംഘടനകളെയും ഏകീകരിച്ചുകൊണ്ട് രൂപീകരിക്കുന്ന സ്ഥാപനം എന്ന് പറയുന്നത്. പാർലമെൻറ്റിൽ റൈറ്റ് ടു ഡിസ്കണക്ട് ബില്ല് അവതരിപ്പിച്ചത് ആര്? പാർലമെൻറ്റിൽ റൈറ്റ് ടു ഡിസ്കണക്ട് ബില്ല് അവതരിപ്പിച്ചത് അതൊരു പ്രൈവറ്റ് മെമ്പർ ബില്ലായിരുന്നു. ഓപ്പോസിഷനിലുള്ള ഒരു മെമ്പറാണ് അത് അവതരിപ്പിച്ചത്. സുപ്രിയ ശൂലെയാണ് പാർലമെൻറ്റിൽ റൈറ്റ് ടു ഡിസ്കണക്ട് ബില്ല് അവതരിപ്പിച്ചത്. ന്യൂ ആധാർ ആപ്പ് പുറത്തിറക്കിയ മാസം ജനുവരിയിലാണ്. ഒരു പുതിയ ആധാർ ആപ്പ് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു ഇന്ത്യ ഗവൺമെൻറ്. അത് പുറത്തിറക്കിയ മാസം ജനുവരി 26, 2026. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ജനുവരി വരെ ഉള്ള പൊളിറ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് വരുന്നത്. കൂടുതൽ കാര്യങ്ങൾ നമ്മളിനി ആഡ് ചെയ്യുന്നതായിരിക്കും വരുന്നതിനനുസരിച്ച്. അപ്പോൾ ഇനിയും കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സുകൾ ഉണ്ടാവും. ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.